സ്റ്റീൽ കോംപ്ലക്സ് പൊതുമേഖലയിൽ നിലനിർത്തുക എന്നുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. ഈ അടുത്ത ദിവസം വ്യവസായ വകുപ്പ് മന്ത്രിയും തൊഴിലാളി സംഘടനാ പ്രതിനിധികളും ഞങ്ങളെല്ലാവരും കൂടി അത് ചർച്ച ചെയ്തിരുന്നു. അതിൽ ആ നിലപാട് മുറുകെ പിടിച്ചിട്ടുണ്ട്. ഇന്നവിടെ സ്റ്റീൽ കോംപ്ലക്സ് പോയിരുന്നു. എല്ലാ തൊഴിലാളി സംഘടനകളും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ നിലപാട് മുറുകെ പിടിക്കുന്നു. ഇപ്പോൾ കേരളം എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ പുനലൂർ പേപ്പർ മിൽ ഉൾപ്പെടെ നേരത്തെ പൊതുമേഖലയിൽ നിന്ന് എടുത്തു മാറ്റാൻ നോക്കിയപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് എടുത്തൊരു ഇനീഷ്യേറ്റീവും അതിന് വേണ്ടി ഫണ്ട് മുടക്കി അത് പൊതുമേഖലയിൽ നിലനിർത്തുകയും ഇന്ന് മാധ്യമരംഗത്തുള്ളവരാണ് നിങ്ങൾ, പ്രിൻ്റഡ് മീഡിയക്ക് ഏറെ ആശ്വാസമാകുന്ന നിലയിൽ ആ സ്ഥാപനം മാറി. അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് LDFനുള്ളത്. അപ്പം അതിന് വിരുദ്ധമായി ഇപ്പോൾ കേസ് കോടതിയിൽ നടക്കുകയാണ്, നിയമപരമായ പോരാട്ടം നടത്തും. അതിന് വിരുദ്ധമായി ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് താല്പര്യങ്ങളുടെ ഭാഗമായുള്ള ഇടപെടൽ ഏത് ശക്തി നടത്തിയാലും അതിനെ എല്ലാ നിലയിലും ചെറുക്കുന്ന ഒരു നിലപാടായിരിക്കും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുക. സംസ്ഥാന സർക്കാരിനെ യോജിപ്പിക്കാവുന്ന എല്ലാവരും യോജിപ്പിക്കും, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും യോജിപ്പിക്കും, എല്ലാ ട്രേഡ് യൂണിയനുകളെ യോജിപ്പിക്കും. സ്റ്റീൽ കോംപ്ലക്സ് പൊതുമേഖലയിൽ തന്നെ നിലനിർത്താൻ വേണ്ടി എല്ലാ നിലപാടും, എല്ലാ ശക്തമായ നിലപാടും സ്വീകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് വിജിലൻസിനെ കൂടി ഒഴിവാക്കുന്നു എന്നുള്ളൊരു അത് ഞാൻ പറയാം. അതുപോലെ കോൺഗ്രസ് നേതാവാണ് യൂത്ത് കോൺഗ്രസിന്റെ വേദിയിൽ വന്നിട്ട് യൂത്ത് കോൺഗ്രസിനെ വിമർശിക്കുന്നത്. SFI കണ്ട് മാതൃകയാക്കണം സമരങ്ങളുടെ കാര്യത്തിൽ. അല്ല, യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് ഞാനൊന്നും മോശമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒരു സംഘടനയാണല്ലോ, അതിൽ പ്രവർത്തിക്കുന്ന നിരവധി പേരുണ്ട്. രാഷ്ട്രീയമായി വിയോജിപ്പ് യൂത്ത് കോൺഗ്രസിനോടുണ്ട്. പക്ഷേ ആ സംഘടനയാകെ മോശമാക്കി പറയാനുള്ളൊരു അവസരമായിട്ട് ഞാൻ ഇതിനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കുറേ പേര് അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. ഏതൊരു സംഘടനയാകുമ്പോഴും അതിൽ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. പക്ഷേ SFI അത് വളരെ ശരിയാണ്. SFI മാതൃകയാക്കേണ്ട ഒരു സംഘടനയാണ്. അത് ആർക്കും മാതൃകയാക്കാൻ സാധിക്കുന്ന ഒരു സംഘടനയാണ്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഞാനായാലും ഈ ചോദ്യം ചോദിക്കുന്ന നിങ്ങളായാലും ക്യാമറ പിടിച്ചു നിൽക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായാലും ഒക്കെ തന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചവരാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ തെറ്റായ പ്രവണതകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വലിയ പങ്കാണ് SFI പോലൊരു വിദ്യാർത്ഥി സംഘടന വഹിക്കുന്നത്. കേരളത്തിലെ സ്കൂളുകളായിക്കൊള്ളട്ടെ, കേരളത്തിലെ ക്യാമ്പസുകളായിക്കൊള്ളട്ടെ, വിദ്യാർത്ഥികളിൽ മതവർഗീയ വിഷം കുത്തിവെക്കാതിരിക്കാൻ SFI വഹിക്കുന്ന പങ്ക് അത് ആർക്കും ചെറുതെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പം ഞാനുൾപ്പെടെ ഈ നഗര ഹൃദയത്തിലെ സ്കൂളിലാണ് പഠിച്ചത്. 6ാം ക്ലാസ്സിൽ SFIയുടെ മെമ്പർഷിപ്പ് എടുത്താണ്, പ്രകടനത്തിൽ പങ്കെടുത്തിട്ടാണ് സാമൂഹിക പ്രവർത്തനം ആരംഭിച്ചത്. എന്നെ ഞാനാക്കുന്നതിൽ SFI വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് പേരെ ശരിയായ പാതയിൽ നയിക്കുന്നതിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വന്നവരൊക്കെ എടുത്തു പരിശോധിച്ചാൽ SFI വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ SFIയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. SFI മാതൃകയാക്കേണ്ട ഒരു സംഘടനയാണ്. നിരവധി പേർ SFIയിൽ പ്രവർത്തിച്ച് ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട്. ഒരു ശരിയായ രാഷ്ട്രീയം മുറുകെ പിടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. ഈ കോഴിക്കോട് ജില്ലയിലുമുണ്ട്. നിരവധി പേർ ഭീകരമർദ്ദനമേൽക്കേണ്ടവരായിട്ടുണ്ട്. നാടിൻ്റെ മതസാഹോദര്യത്തിന് വേണ്ടി SFI വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. മറ്റേ യൂത്ത് കോൺഗ്രസിനെ ആക്ഷേപിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരവസരമായി ഞാനിതിന് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇല്ല, താഴെത്തട്ടിലുള്ള SFIയുടെ പ്രവർത്തനം നമ്മൾ എടുത്തു പരിശോധിക്കും. ഇപ്പോൾ SFIയുടെ അഖിലേന്ത്യാ സമ്മേളനം ഈ കോഴിക്കോടാണല്ലോ നടന്നത്. അതിൻ്റെ സംഘാടനത്തിൽ SFI വിദ്യാർത്ഥികൾ വഹിച്ച പങ്കുണ്ട്. ഞങ്ങൾ ഇങ്ങനെ വലിയ കളക്ഷൻ എടുക്കാതിരിക്കാൻ തീരുമാനമെടുത്തു. വീടുകളിൽ പെട്ടി വെച്ച്, ഒരു മാസം മുമ്പ് പെട്ടി വെച്ച്, ആ പെട്ടിയിൽ ഓരോ വീട്ടിലും വ്യാപാര സ്ഥാപനത്തിൽ ഇഷ്ടമുള്ളവർ ചെറിയ തുക ഇട്ട് ഒരു മാസം ആ പെട്ടി നിറഞ്ഞ് ആ പെട്ടി കളക്ട് ചെയ്തിട്ട് ആ ചെലവിലാണ് സമ്മേളനം നടത്താൻ തീരുമാനിച്ചത്. എത്ര ഗംഭീരമായിട്ടാണ് ഈ SFIയുടെ വിദ്യാർത്ഥികൾ ആ പ്രവർത്തനം ഏറ്റെടുത്തത്. പെട്ടി വെക്കാൻ പോയി, ഓരോ ആഴ്ചയിലും പോയിട്ട് പെട്ടിയിൽ പൈസ ഇടണം, മറക്കരുത്, ഞങ്ങളുടെ സമ്മേളനം നടത്താനാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു മാസം ചിട്ടയായ പ്രവർത്തനം നടത്തി. 2 ലക്ഷം പെട്ടിയാണ് കോഴിക്കോട് ജില്ലയിലെ വിവിധ വീടുകളിൽ സ്ഥാപനങ്ങളിൽ വെച്ചത്. അതിൽ നിന്നും കിട്ടിയ പണം കൊണ്ട് മാത്രമാണ് ആ സമ്മേളനം നടത്തിയത്. അത് SFIയുടെ ഒരു സംഘടനാ വർക്കാണ്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. അതിന് നമ്മളെല്ലാവരും സഹായിച്ചിട്ടുണ്ട്. SFIയെ സ്നേഹിക്കുന്ന, സമ്മേളനം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സംഘാടക സമിതി എല്ലാവരും സഹായിച്ചിട്ടുണ്ടെങ്കിലും
SFIയുടെ അത്തരം പ്രവർത്തനം നമ്മൾ കാണാതിരുന്നുകൂടാ. അപ്പോൾ അത് സമൂഹത്തിൽ എല്ലാവരും അറിയുന്ന കാര്യമാണ്. SFI പോലൊരു സംഘടന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടൽ പൊതുവെ ആളുകൾ അംഗീകരിക്കുന്നു. മറ്റ് സംഘടനകളും മാതൃകയാക്കണം. മറ്റ് സംഘടനകളും അല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ SFIയെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കൊക്കെ നിർഭയം അണിനിരക്കാൻ പറ്റുന്ന ഒരു സംഘടനയാണ് SFI. കേരളം ഒരു മതവർഗീയ കലാപഭൂമി ആകാതിരിക്കുന്നതിന് കേരളത്തിലെ ക്യാമ്പസുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ മതനിരപേക്ഷതയെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളാണ് കേരളത്തിലെ കലാലയങ്ങൾ. അതിൽ SFI വലിയ പങ്കല്ലേ വഹിക്കുന്നത്. അപ്പോൾ ഞാനായാലും നിങ്ങളായാലും രാഷ്ട്രീയമായി SFI എതിർക്കുന്നവരായാലും SFI എടുക്കുന്ന ഇത്തരം നിലപാടുകളെ പിന്തുണക്കുന്നത് സ്വാഭാവികമാണ്. SFI ഒരു മാതൃകാ സംഘടന തന്നെയാണ്. ഓക്കെ, അറിയില്ല, എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഈ സമരത്തിനൊക്കെ നമ്മൾ ഇങ്ങനെ നിയന്ത്രണം വെച്ചാലെന്നൊരു ജനാധിപത്യ സംവിധാനത്തിൽ അത് എത്രത്തോളം മുന്നോട്ട് പോകുന്നുള്ളതാണ് എൻ്റെ ഒരു വസ്തുത. മറ്റു കാര്യം എനിക്കതിൽ അറിയില്ല. പാലക്കാട് നടക്കുക, അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുന്ന അഭ്യൂഹങ്ങളുണ്ട്. ചില മുദ്രാവാക്യം വിളിക്കുക, അദ്ദേഹത്തിന് എതിരായിട്ടുള്ള മുദ്രാവാക്യം വിളിക്കുക മണ്ണാർക്കാട് നടക്കുന്നുണ്ട്. അത് അവർ തന്നെ പറയട്ടെ. ഇനി പാർട്ടി വിട്ടുപോകുന്നുള്ള അതല്ല, അത് അവർ തന്നെ പറയട്ടെ. മറ്റൊന്ന്, മിനിസ്റ്റർ ഇപ്പം നേരത്തെ പറഞ്ഞു മാധ്യമങ്ങൾ സർക്കാരുകളെ വിമർശിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ സർക്കാരിനെയും തന്നെ ഭരണകക്ഷിയൊക്കെ വിമർശിച്ച മാധ്യമത്തിനെതിരെയൊക്കെ ഈ കയ്യും വെട്ടും കാലും വെട്ടും എന്ന് പറഞ്ഞുള്ള മുദ്രാവാക്യങ്ങളുമായി തെരുവിലിറങ്ങുന്ന കാഴ്ചകളാണ് കാണുന്നത്. അല്ല, നമ്മൾ ഈ ഉത്തരേന്ത്യ ആയാലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ചാലും കേന്ദ്ര സർക്കാരിനെയോ ആ സംസ്ഥാനങ്ങളിലെ സംസ്ഥാന സർക്കാരിനെയോ മന്ത്രിമാരെയോ മാധ്യമങ്ങൾ വിമർശിച്ചാൽ ആക്രമിക്കപ്പെടുന്നുണ്ട്. മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടുന്നുണ്ട്. മാധ്യമ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. മാധ്യമ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നുണ്ട്. അതിന് അന്വേഷണ ഏജൻസികളെ ദേശീയ തലത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പല നിലയിലും അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ പരിശോധിച്ചാൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങളൊക്കെ എന്തൊക്കെ ചോദ്യം ചോദിക്കുന്നുണ്ട്? എന്തെങ്കിലും ഒരു വ്യക്തിപരമായ അകൽച്ച നമ്മൾ തമ്മിലുണ്ടോ? എന്തൊക്കെ ചോദ്യം, കണ്ണ് കുത്തുന്ന ചോദ്യം വരെ നിങ്ങൾ ചോദിക്കില്ലേ? വളരെ നമ്മളൊക്കെ അത് പുറത്തേക്ക് കാണിക്കുന്ന സ്നേഹമല്ലല്ലോ, ഉള്ളിൽ സ്നേഹമുണ്ടല്ലോ. അതാണ് കേരളത്തിൻ്റെ രീതി. എന്നാൽ അതിൻ്റെ പുറത്തേക്ക് പോയാൽ നിങ്ങൾ ഇപ്പോൾ ഒരു മനുഷ്യനോട്, ഇപ്പോൾ മന്ത്രി ആയിക്കോട്ടെ, ഇത്തരത്തിൽ ചോദ്യം ചോദിച്ചു പോയാൽ പിന്നീട് എന്തായിരിക്കും അവസ്ഥ? ഇപ്പോൾ മറ്റൊരു സ്റ്റേറ്റിൽ ഒരു മന്ത്രിയോടോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയോടോ ഇങ്ങനെ അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്ന് നിങ്ങൾ കരുതുന്ന ഒരു ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകൻ്റെ അവസ്ഥ എന്തായിരിക്കും? കേരളത്തിലെന്താ, നമ്മളിപ്പോൾ ഇവിടെ അതിനുശേഷം ഒരുമിച്ച് ചായ അടിക്കുന്നു, നമ്മൾ സംസാരിക്കുന്നു, ഇപ്പോൾ ഒരുമിച്ച് ഒരു പരിപാടി പങ്കെടുക്കുന്നു. അപ്പോൾ അതിനെല്ലാം സ്വാതന്ത്ര്യമുണ്ട്. മാധ്യമപ്രവർത്തനത്തിൽ ഒരു സർക്കാരിനെ വിമർശിക്കാനോ മന്ത്രിമാരെ വിമർശിക്കാനോ തെറ്റ് ചൂണ്ടിക്കാട്ടാനോ ഒക്കെയുള്ള അവകാശം മാധ്യമ പ്രവർത്തകർക്കുണ്ട് എന്ന് കരുതുന്ന സർക്കാരാണ് LDF സർക്കാർ. എന്നാൽ രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടിയുള്ള നിലപാട് വരുമ്പോൾ അതിനെ ഞങ്ങൾ തുറന്നു തീർക്കും. നിങ്ങളോട് തന്നെ ചോദിക്കുക, അത് ഇനിയും തുടരും. അത്തരം ആരോഗ്യകരമായ ഒരു ഫൈറ്റ് നമുക്ക് തുടരാം. അതിൽ നിങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ, നമുക്കുമില്ല. പക്ഷേ അതൊരു തരത്തിലും ഒരു വ്യക്തിപരമായ ശത്രുതയായി മാറാറില്ല. നമ്മുടെ ഭാഗത്തുനിന്ന് മാറാറില്ല. അത് മാറാതെ നമുക്ക് ഈ സംവാദവും ഈ വിമർശനവും ഒക്കെ നമുക്ക് തുടരാം.